ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് നെക്സ്റ്റ് വാറ്റി. ഈ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം MCRPയുടെ സീസൺ 2 എപ്പിസോഡ് 4 സോ എൻ്റെ ഒപ്പം വന്ന് കളിക്കാൻ ആരുമില്ല. ഓക്കെ, അപ്പം ശരി, ഞാൻ പറഞ്ഞത് എൻ്റെ ഒപ്പം ആരും കളിക്കാനില്ല. അപ്പോൾ ഞാനിങ്ങനെ ലോകത്തിന് തന്നെ പിടിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലോട്ടൊരു കാര്യം വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ലോകത്തിന് പിടിക്കാൻ നല്ല പൈസ ആണല്ലോ. എൻ്റെ പൈസ ഇപ്പോൾ ബാങ്ക് ഉണ്ടാക്കാൻ ഇല്ല. അതിനൊക്കെ കൊളാബ് ചെയ്യാനുള്ള പേപ്പറൊന്നും കിട്ടിയിട്ടില്ല. ബാങ്കല്ലേ ബാങ്ക് ആകുമ്പോൾ നല്ല സമയം എടുക്കുമല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. ബാങ്ക് ആകുമ്പോൾ നല്ല സമയം എടുക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. നമുക്ക് അതിന് മുമ്പ് എന്തായാലും നല്ല പൈസ വേണമല്ലോ. അപ്പാർട്ട്മെൻറ്റ് മാത്രം പോയാൽ അവനും പിടിക്കാൻ, കാരണം അവനും റിച്ചായി തുടങ്ങി. കാരണം പലയിടത്തുനിന്നും മോഷ്ടിച്ചിട്ടൊക്കെ. ഓക്കെ, സമയം രാവിലെ ആയിട്ടുണ്ട്. ഞാനൊന്ന് പോട്ടെ. ഞാനൊന്ന് അപ്പാർട്ട്മെൻറ്റ് നോക്കട്ടെ. സോ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നല്ല പൈസ കിട്ടുന്ന ആൾക്കാരെ ഒന്ന് താമസിച്ചിട്ട് 3 റൂമുള്ളൂ. സോ അതുകൊണ്ട് അത്ര കിട്ടില്ല. ബാങ്ക് ബുക്ക് ആവുന്നുണ്ട് അപ്പാർട്ട്മെൻറ്റ്. സോ അതുകൊണ്ട് എന്താ പറയുക, അപ്പാർട്ട്മെൻറ്റ് മാത്രം മതി, പറ്റില്ല പൈസ കിട്ടാൻ. സോ എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ പൈസ. ബാങ്കിലൊന്നും ഇഷ്ടം കളിക്കില്ല, പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല. ഒരു ഇഷ്യൂ എന്താ പറയുക, ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ബാങ്ക് ഇവിടെ നല്ല ലോങ് ആയതുകൊണ്ടേ നല്ല ദൂരെ പോയിട്ട് എടുക്കണം പൈസ. എൻ്റെ ബാങ്ക് ഫുള്ളാണ് പൈസ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ബാങ്ക് പണിയാന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. പക്ഷേ അതിനെപ്പോഴും പേപ്പർ ശരിയായിട്ടില്ല. പേപ്പറൊക്കെ കിട്ടണമല്ലോ, എന്താ പറയുക, ബാങ്കൊക്കെ സെറ്റാക്കണമല്ലേ. പേപ്പർ കിട്ടിയിട്ട് വേണം സെറ്റാക്കാൻ. ഇതൊക്കെ സ്റ്റാച്ചു റിവോൾട്ടിൻ്റെ പണി കഴിച്ചു. നല്ല സ്റ്റാച്ചു കിട്ടണം. അതിൻ്റെ പൂച്ചൻ്റെ ഒക്കെ സെറ്റ് ചെയ്താവന് നല്ല ബിൽഡറോ റവോൾക്ക്. സോ അപ്പോൾ ഞാൻ വന്നേക്കുന്നത് നമുക്ക് പൈസ ഒപ്പിക്കാൻ ഇവിടെയും വേണം. അപ്പോൾ എൻ്റെ അടുത്തുള്ള പൈസ കൊണ്ട് ഞാനൊരു ബിൽഡ് ചെയ്യാൻ പോകണം. വലിയ ബിൽഡ് സ്കൈ ക്രാപ്പേഴ്സ് അങ്ങനെ എന്താ പറയുക, സ്കൈ ക്രാപ്സ് എന്നാണ് പറയാൻ തോന്നുന്നത്. പ്രൊണൗൺസിയേഷൻ നിൽക്കുമ്പോൾ ഒക്കെ സ്കൈ ക്രാപ്സ് അങ്ങനെ എന്താ പറയുക. ബുർജ് ഖലീഫ, ഒരു ബുർജ് ഖലീഫ മരത്തെ ബിൽഡ് നല്ല വലിപ്പമുണ്ടാവും. ഏകദേശം അപ്പാർട്ട്മെൻറ്റിൻ്റെ അത്ര ഉണ്ടാവും. അതായത് ഇവിടെ തുടങ്ങിയിട്ട് അവിടെ വരുമ്പോൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ കാറ്റും ഉണ്ടാവുമെന്ന് തോന്നുന്നു. സോ അതിൻ്റെ സ്ഥലം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് സർക്കാർ പറയുന്നത് എവിടെ പണിതാൽ മതിയെന്ന്. നല്ല വലിയ ബിൽഡായതുകൊണ്ട് നല്ല പണിയാണല്ലോ എല്ലാത്തിനും. അപ്പോൾ ഇവിടെ ബിൽഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അതായത് റോത്ത് ഞാൻ ഇവിടെ ബിൽഡ് ചെയ്യണം. അതുകൊണ്ട് ഇനി ഇവിടെ ക്ലിയർ ആക്കണം. നമ്മുടെ മുഴുവനെ എത്തണം. അതൊക്കെ നല്ല പണിയാണ്. നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ സെറ്റാക്കിക്കോളും. സോ ഇവിടെ ഈ സ്ഥലം മുഴുവൻ വാങ്ങിച്ച് ഏകദേശം 2 ഏക്കറോളം ഉണ്ട്. 3-4 ഏക്കറോളൊക്കെ ഉണ്ട്. ഈ സ്ഥലം മുഴുവൻ ഞാൻ വാങ്ങിച്ചു. പക്ഷെ ഞാൻ പിന്നെ ഈ സ്ഥലം സർക്കാരിനോട് സജസ്റ്റ് ചെയ്ത കാരണം ഇവിടെ അടുത്ത് തന്നെ ഞാൻ ബീച്ചിൻ്റെ ഒരു റിസോർട്ട് പണി തുടങ്ങുന്നുണ്ട്. ഞാൻ മാത്രമല്ല വേറെ എല്ലാവരും കൂടി ഒരു എന്താ പറയുക, റിസോർട്ട് മാതിരി എന്തെങ്കിലും തുടങ്ങും. ബീച്ചൊക്കെ അടിപൊളിയാക്കിയിട്ട്. പക്ഷേ ഇപ്പോഴത്തെ ബീച്ച് എന്ന് പറയാൻ പറ്റില്ല. അവസ്ഥ ഉണ്ടില്ല, ഒന്നുമില്ല. സോ ബീച്ചൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനത്തെ ഒരു ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ അവിടുന്ന് ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേ ആയിട്ട് ഓൾറെഡി ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. പക്ഷേ 3 നിലയല്ലേ ഉള്ളൂ. 3 നില. സോ സ്കൈ ക്രാപ്സും ഓക്കെ, ബുർജ് ഖലീഫ ഉണ്ടാക്കാൻ ബുർജ് ഖലീഫ എന്ന് പറയുള്ളൂ. എനിക്ക് ആ പ്രൊണൗൺസിയേഷൻ കിട്ടുന്നില്ല. ഓക്കെ, ബുർജ് ഖലീഫ പണിയാൻ വേണം സ്ഥലം വേണം. അപ്പോൾ നല്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അടുത്ത് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് നിൽക്കാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ നല്ല പൈസ കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ബീച്ചിൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ബുർജ് ഖലീഫ ഉണ്ടാക്കലാണ്. ബുർജ് ഖലീഫിൻ്റെ അത്ര ഉണ്ടാവില്ല, എന്നാലും ആ ടൈപ്പ് ബിൽഡ് ഉണ്ടാക്കലാണ് സ്കൈ ക്രാപ്സ് എന്ന് പറയുന്നത്. സ്കൈ ക്രാപ്പേഴ്സ് ആണെന്ന് പ്രൊണൗൺസിയേഷൻ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈ ഡീപ്പ് എമൗണ്ട് എടുക്കാൻ ഇത് 1.20 എന്താ പറയുക 21.5 ആണ്. പിന്നെ ഫാബ്രിക്കിലാകുമ്പോൾ കുറച്ച് മോഡ്സും കൂടി ഉണ്ടാവും. ഞാൻ ട്രിപ്പിൾ എടുക്കുന്നില്ല, സോറി ഫോർ ദാറ്റ്. സോ ഞാൻ അപ്പോൾ എന്താ പറയുക, സ്കൈ ക്രാപ്സ് ഓക്കെ ബുർജ് ഖലീഫ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അറിയിക്കാം. സോറി ഗൈസ്, ഞാൻ ശരി ഗൈസ്, ഞാൻ ഇനി ബുർജ് ഖലീഫ ഉണ്ടാക്കി തരാം. ഇറ്റ്സ് മീ നെക്സ്റ്റ് വാറ്റി. അപ്പോൾ ഗൈസ്, എൻ്റെ വീടാരും പൊട്ടിച്ചിട്ടുണ്ട് സക്സസ്ഫുള്ളി. ഏത് നാരയാണോ ചെയ്തത്. ഞാൻ ഗൈസ് അവിടെ അപ്പാർട്ട്മെൻറ്റ് പണിയുന്ന നേരത്തെ വന്നുകൊണ്ടാണ് അവൻ പൊട്ടിച്ചത്. പ്രശ്നമില്ല, അതൊരു ട്രോൾ സർവറായിട്ടല്ലേ. എന്നാലും എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. അവന്മാർക്ക് അതിൻ്റെ ഒരു പ്രശ്നം അറിയില്ല. ഇവൻ പൊട്ടിച്ച് എല്ലാം പൊട്ടിച്ച് ഉണ്ടാവും.
TNT വെച്ചിട്ട് മുഴുവൻ പൊട്ടിച്ച്. എന്നേറ്റ് ഏതലവലാതി കട എന്താ പറയുക, ഏതവനാടാ എന്നെ ഇത്ര ദേഷ്യം യോത്താവും ഗൈസ്. കാരണം ഞാൻ അവന് കുറേ പിന്തുടരാൻ തുടങ്ങിയിട്ട് അവന് മിക്കവാറും എന്നെ ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും. ഏതാടാ എന്നെ അടിച്ച്, ഏതവനാടാ എൻ്റെ വീടിലിട്ട് തീ പിടിച്ച് എന്താ പറയുക പൊട്ടിച്ചേക്കേണ്ട ഐസ്. എന്ത് നൈസ് വീടായിരുന്നത്, ഏതോ അലവലാതി വന്നാണ്ട് പൊട്ടി ഗൈസ്. എനിക്ക് മേബി രോത്താവും, കാരണം ആ രോത്തിനോട് എനിക്ക് നല്ലൊരു എന്താ പറയുക, ഞങ്ങൾ അത്ര നല്ല ബന്ധത്തിലല്ല പോയത് ഇത്ര നേരം കാലം. മേബി ഇത് രോത്തിൻ്റെ പണിയൊക്കെ കഴിച്ചു പൊട്ടിച്ചേക്കുന്നത്. എനിക്ക് സ്വിമ്മിങ് പൂൾ കൊണ്ട് പൊട്ടിച്ചൂടെ കണ്ട കഴിച്ചു. ഇതെത്ര എന്തൊക്കെ ഇഷ്ടമാണ് കഴിച്ചു അവന്മാരെ കൊണ്ട്. എൻ്റെ ബാത്റൂമിൻ്റെ എൻ്റെ റൂമിന് എന്തിനും പറ്റി ഊയ്യോ കഴിച്ചു. എന്തൊക്കെ ഇഷ്ടമാണ്. എൻ്റെ ബെഡിനൊന്നും പറ്റിയില്ല ഈ റൂം. ഈ ഭാഗത്തൊന്നും പറ്റിയില്ല. എൻ്റെ അമ്മ ഇത് ഏത് അലവലാതി കടയും മാതിരി പണി തരാൻ തോന്നി. കണ്ടായിസ് ഇവിടെ മുഴുവൻ തീർത്തിട്ടുണ്ട്. ഗായ്സ് ഇവിടെ കണ്ട മുഴുവൻ തീർത്തിട്ടുണ്ട്. നല്ല പണി തന്നെയാണ് ആ അലവലാതി എനിക്ക് തന്നത്. പലവലാതി എനിക്ക് തന്നുകൊണ്ട് ഞാനും തിരിച്ച് ആ പലവലാതിക്ക് കൂട്ടാൻ ഒരു മുട്ട മണി കൊടുക്കും. ഗായ്സ് ഇതേ എന്നിട്ട് നല്ല അസൂയുള്ള ഒരു വ്യക്തിയാണ് രോത്ത്. ഇവൻ്റെ വീടങ്ങോട്ട് കത്തിച്ചേം ഗായ്സ്. ഇവിടെ ഒരു ബോർഡ് ഇട്ട് എൻ്റെ വീടിന് അങ്ങാ ഭാഗത്തോട്ട് ഒന്നും പറ്റാത്ത രീതിയിൽ എൻ്റെ വീടങ്ങോട്ട് ഇവിടെ വീടില്ല എന്ന് പറഞ്ഞിട്ട് മുഴുവൻ കുയ്യോ അങ്ങോട്ട് മുഴുവൻ എന്താ പറയുക ഇവിടെ വീടുമില്ല മുഴുവൻ കുയ്യോ ആക്കി തരാം. അപ്പോൾ ഇത് മേബി രോത്തിൻ്റെ പണിയാവാം. എനിക്ക് രോത്തിനൊരു നല്ല പണി കൊടുക്കണമെന്ന് ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ എനിക്ക് രോത്തിനാണെങ്കിൽ നല്ല എന്താ പറയുക നല്ല ഡൗട്ടുള്ള. അപ്പോൾ രോത്തിന് തന്നെ നമുക്ക് ഈ പണി കൊടുക്കണം. പക്ഷേ ആദ്യം ഞാൻ എൻ്റെ ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഈ വീട് അങ്ങോട്ട് ഇവിടെ വീടെന്ന് പറഞ്ഞാൽ ഈ വീടല്ല ഉണ്ടാവരുത്. ഈ വീട് തന്നെ അങ്ങോട്ട് എന്താ പറയുക ഡെമോളിഷ് ചെയ്യും. എന്നിട്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോകും. എന്നിട്ട് അവിടെ താഴെ മുഴുവൻ കുയ്യാവും. കുയ്യ് എന്ന് പറഞ്ഞിട്ട് മുഴുവൻ കുയ്യാവും കഴിച്ച് അങ്ങനെയൊക്കെ പോകണം വെച്ച് TNT ഇട്ടിട്ട് മുഴുവൻ എൻ്റെ വീടാണ്ട് നടക്കും. അപ്പോൾ ഞാനേ അവനക്ക് ആ പണി കൊടുത്തതിന് ശേഷം കാണാം. അതിൻ്റെ ശേഷം വീടൊക്കെ പണിയണം കഴിച്ച് അല്ല കഴിച്ച് അതിൻ്റെ അതല്ല എന്താ വീട് പൊട്ടിച്ചവന് എത്ര കോടികളതാണെന്ന് അറിയോ കഴിച്ച്. ഇത് ട്രോൾസങ്ങളാണ് വേറെ സത്യം. ഞാൻ അവിടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്താ പറയുക മറ്റേ സ്കൈ ക്രാപ്സ് അല്ലേ സ്കൈ ക്രാപ്സ് ഞാൻ എന്നെ ബുർജ് ഖലീഫ പണിയുന്ന നേരത്തായിരുന്നു അപ്പം വന്ന് പൊട്ടിച്ചത്. അവിടെ ഏകദേശം ഒരു 1 ഫ്ലോറേ ഇപ്പോൾ സെറ്റായിട്ടുള്ളൂ. രണ്ടാമത് നേരത്താണ് ഇങ്ങനെ വന്നുകൊണ്ട് പൊട്ടിച്ച്. ഇനി എനിക്ക് വീടുണ്ടാക്കിയിട്ടേ കറണ്ട് വരാം കഴിച്ച്. ഇനി എനിക്ക് വീടുണ്ടാക്കിയിട്ടേ എന്താ പറയുക ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ബുർജ് ഖലീഫ സ്ക്വയറിന് സ്കൈ ക്രാപ്സ് അങ്ങനെ വരും. ഇത് രോത്തിൻ്റെ പണിയാണ് കഴിച്ചത്. അപ്പോൾ രോത്തിനിട്ട് തന്നെ ഈ വീട് അങ്ങോട്ട് നമുക്ക് പൊട്ടിച്ചേക്കാം. രോത്തിൻ്റെ പണിയാണ് ഇത്. മേബി രോത്തിൻ്റെ പണി ഉണ്ടാവും. രോത്തിൻ്റെ വീട് അങ്ങോട്ട് ഇവിടെ വീടില്ല. ഇവിടെ മുഴുവൻ കുയ്യ്. പക്ഷേ എന്താ പറയുക നമ്മുടെ റോഡിൻ്റെ ഭാഗത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു രീതിയിലാക്കാൻ പോകും. ഓക്കെ ഞാനേ രോത്തിനാ പണി കൊടുക്കട്ടെ. ഇത് രോത്തിനാണ് ഡൗട്ട് അടിക്കും. കാരണം രോത്തിനാണ് എന്നേറ്റിപ്പോൾ നല്ല ബന്ധത്തിലില്ലാത്തത്. ബാക്കിയുള്ളവരൊക്കെ എന്നേറ്റ് ഓക്കെയാണ്. പിന്നെ രോത്തിനാ പണി കൊടുത്തിട്ട് അപ്പോൾ ഗൈസ് സക്സസ്ഫുള്ളി അവൻ്റെ വീട് അങ്ങോട്ട് അവന് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇത് അവനക്ക് കുറച്ച് ചെറിയ പണിയെ കൊടുത്തേ. കാരണം ഇനി എനിക്കത് മുഴുവൻ പൊളിക്കേണ്ടി വരും. പുതിയ വീടുണ്ടാക്കേണ്ടി വരും. സോ ഞാൻ അവന് ചെറിയ പണിയെ കൊടുത്തേ. കാരണം അത്രയ്ക്ക് വേണ്ട. ഞാനല്ലെങ്കിലോ വെച്ചിട്ട് ചെറിയ പണിയെ കൊടുത്തേ കാണിച്ചു തരാം. പക്ഷെ എൻ്റെ വീടിന് എനിക്കാണ് കഴിച്ച് 8ൻ്റെ പണി കിട്ടിയിരിക്കുന്നത്. ഞാൻ പണി കൊടുത്ത രോത്തിനല്ല. രോത്തിന് കുറവാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഇനി ഒരു മുഴുവൻ പൊളിക്കേണ്ടി വരും. എന്തിനോട് എന്ത് കഷ്ടമാണത്. രോത്തിന് ഇനി വേണേൽ കുറച്ച് കൊടുത്താൽ മതി. പക്ഷേ എൻ്റെ ഫുഡ് ഉണ്ടാവും. കണ്ട രോത്തിൻ്റെ വീടാക്കി വെച്ചിരുന്നേ ഞാൻ. അല്ല പിന്നെ എൻ്റെ വീടാണ് വെച്ച് കൊടുക്കുന്നത്. ഇത്ര വലിയ എന്താ പറയുക ചെറിയ പണിയാണ് കൊടുത്ത ഗൈസ്. കാരണം എൻ്റെ ഫുഡൊക്കെ എടുത്തേക്കുന്നവൻ ഒരു ചത്ത് മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഇങ്ങനെയായി ഞാൻ പണി കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ പണി കൊടുത്തേക്കുന്നത് ഞാനല്ലെങ്കിലും അതിന് വെച്ചിട്ട് MCRP മെമ്പേഴ്സിനോട് ഞാൻ പറയുന്നത് എനിക്ക് പണിയിട്ടാൽ തിരിച്ച് നല്ല പണി വരും. അത്രേ ഉള്ളൂ. അത്യാവശ്യം നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് സ്കൈ ക്രാഫ്റ്റ്സ് നോക്കിയാൽ ബുർജ് ഖലീഫിൻ്റെ പണി. ബുർജ് ഖലീഫ് എന്ന് പറഞ്ഞുള്ളൂ ഗൈസ്. ബുർജ് ഖലീഫിൻ്റെ പണിയാണ് ഗൈസ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു ഫ്ലോറേ ആയിട്ടുള്ളൂ.
ഒരു ഫ്ലോറ് പണിയോണ്ടിരിക്കുമ്പോഴാണ് അവൻ വന്നാണ്ട് ആലവലാതി വന്നാണ്ട് എൻ്റെ വീടിട്ട പൊട്ടി ചെയ്യുന്നത്. അതിനുള്ള പണിയാണ് ഇപ്പം ഞാൻ മേ ബി രോത്താവാനും സാധ്യത. ഞാൻ നിക്സിനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന എന്തെങ്കിലും പറയണം. എൻ്റെ വീട് പൊട്ടിച്ചല്ല എന്തെങ്കിലും എന്താ ഗൈസ് അവൻ്റെ ഫ്ലാഗും പൊട്ടിക്കണ്ടേന്ന് കണ്ട ബെഡ്റോക്ക് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വെച്ച് പോയിട്ടുണ്ട്. ഇത്ര അവനക്ക് ചെറിയ പണിയാണ് ഗൈസ്, എനിക്കാണ് വലിയ പണി. ഞാൻ വീട് മുഴുവൻ പൊട്ടിക്കേണ്ടി വരും, പുതിയ വീട് പണിയേണ്ടി വരും. എന്ത് കഷ്ടമാണ് ഗൈസ്. ഞാൻ ഈ വീഡിയോ ഇപ്പം ഇവിടെ വെച്ച് നിർത്താണ് ഗൈസ്. എനിക്ക് വീടുണ്ടാക്കി ഈ വീഡിയോ ഇപ്പോൾ വെച്ച് നിർത്താണ്. ഈ വീഡിയോയിലെല്ലാം നല്ലപോലെ ബുർജ് ഖലീഫൻ്റെ അത്ര ഹൈറ്റുള്ള ഒരു വീടൊക്കെ പണിയാണ് വെച്ചിട്ട് വന്നപ്പോൾ അവന്മാർക്ക് അത് പറ്റുന്നില്ല. അപ്പോൾ ഈ ഗൈസ് ഞാൻ ഈ വീഡിയോ നിർത്താണ്. സോ ഞാനേ അടുത്ത വീഡിയോയിലെ ഞാൻ വീടുണ്ടാക്കിയിട്ട് നിങ്ങളെ അറിയിക്കാം. രണ്ടാമത്തെ വീട് അതും നല്ല ബ്രഹ്മാൻ്റെ വീടായിരിക്കും, അത്രേ ഉള്ളൂ. ഞാൻ ആ ബ്രഹ്മാൻ്റെ വീടുണ്ടാക്കിയിട്ട് വരാം. ഇറ്റ്സ് മീ നിക്സ് YT.